രാജ്ഭവൻ പോലെ ഏറ്റവും പ്രമുഖമായൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ വെക്കുക. ഇതാണ് ഭാരതം എന്ന് പറയുക. ഭാരതാംബയുടെ പിന്നിൽ വരുന്ന ഭൂപടം ഭാരതത്തിൻ്റെ ഭൂപടമല്ലേ? ആ ഭൂപടത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ അല്ലാത്തൊരു ഭൂപടം വരിക? അതിനാണ് രാജ്ഭവൻ മറുപടി പറയേണ്ടത്. അത് മാറ്റിയിട്ട് ഇന്ത്യയുടെ ഭൂപടമാക്കാമെന്നത് ഔദാര്യം പോലെ പറയുകയാണ് അവർ. എത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയാണോ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എഴുതേണ്ടതും പറയേണ്ടതും? ഔദാര്യമാണോ അങ്ങനെയെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ ഇന്ത്യയുടെ ഭൂപടം വേണമെങ്കിൽ വെക്കാം എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചാണെന്ന് എന്നോട് കാണിക്കേണ്ട ഔദാര്യമാണോ? ഇന്ത്യയോട് കാണിക്കേണ്ട ബഹുമാനമല്ലേ ഇവിടെ ഉയർന്നു വരേണ്ടത്? ഇപ്പൊ ഇന്ത്യയോട് ബഹുമാനം കാണിക്കാതിരിക്കുകയും പി പ്രസാദിനോട് വേണമെങ്കിൽ ഒരു ഔദാര്യം കാണിക്കാം, ദേശീയ പതാക ഞങ്ങൾ വെക്കാം എന്ന് പറഞ്ഞാൽ പി പ്രസാദിനോട് കാണിക്കേണ്ട ഔദാര്യമല്ല. ഇന്ത്യയുടെ ദേശീയ പതാക സ്ഥാപിക്കുക എന്നുള്ളത് ഇന്ത്യയോട് കാണിക്കേണ്ട ബഹുമാനമാണ്. പി പ്രസാദിനോട് കാണിക്കേണ്ട ഔദാര്യമായിട്ടാണ് ആ ഉദ്യോഗസ്ഥൻ കണക്കാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് എഴുതുക എന്ന് പറയുന്നത് എത്ര അപലപനീയമാണെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല. ഇന്ത്യക്ക് വേണ്ടത് ശരി. രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടായ ആ വിമർശനത്തെ തള്ളുകയാണ്. അതായത് രാജ്ഭവൻ അവിടെ പ്രദർശിപ്പിച്ചത് ഇന്ത്യയുടെ മാപ്പല്ല, പി പ്രസാദിന് വേണ്ടി ഇത് മാറ്റാമെന്ന് പറയുകയല്ല, രാജ്യത്തിൻ്റെ കൃത്യമായ മാപ്പാണ് അവിടെ പ്രദർശിപ്പിക്കേണ്ടതെന്നൊക്കെയാണ് മന്ത്രി പി പ്രസാദ് പറയുന്നത്. അതിന് മുൻപായിട്ട് അദ്ദേഹം ഈ ആറന്മുളയിലെ വിമാനത്താവളത്തിന് വേണ്ടി കണ്ടിരുന്ന ആ സ്ഥലം, അവിടെ ഒരു IT പാർക്ക് നിർമ്മിക്കാനുള്ള ഒരു ലക്ഷ്യവുമായി അല്ലെങ്കിൽ പദ്ധതിയുമായി KGS ഗ്രൂപ്പ് രംഗത്ത് വന്നിരുന്നു. അതിനെതിരെ കൂടി മന്ത്രി പി പ്രസാദ് ഇപ്പോൾ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അത് അനുവദിക്കാൻ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം തണ്ണീർത്തട നിയമപ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. അത് മറ്റൊരു രീതിയിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കൃഷി വകുപ്പ് വ്യക്തമാക്കിയതാണ്. അങ്ങനെയാണ് ആവശ്യം തള്ളുകയും ചെയ്തത്. അതിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്.